നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പൊതുവെ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾ അവരുടെ വിശ്വാസപ്രകാരം മദ്യം പോലുള്ള സാധനങ്ങളൊന്നും കഴിക്കാറില്ല. അവരുടെ വിശ്വാസപ്രകാരം അത്തരം വസ്തുക്കൾ കഴിക്കുന്നതും അത് വിൽക്കുന്നതുമെല്ലാം തെറ്റ് തന്നെയാണ്. എന്നാൽ ഇക്കാര്യങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്തി തുടങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് വരുന്നത്. ദുബായിലെ റഷ്യൻ പ്രവാസിയായിട്ടുള്ള ഇഗർ സെർഗൂണിയാണ് ഇതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തിനടക്കം കുടിക്കാൻ സാധിക്കുന്ന മദ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും, അല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പാനീയം കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം കണ്ടെത്തിയ പുതിയ പാനീയത്തിന് UAE-യിൽ നിന്ന് ഹലാൽ സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുരാതന കാലങ്ങളോളം പഴക്കമുള്ള അറേബ്യൻ പാനീയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദുബായിലെ റഷ്യൻ പ്രവാസിയായിട്ടുള്ള ഇഗർ സെർഗുണി പുതിയൊരു പാനീയം വിപണിയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. മജ്ലിസ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ പാനീയം മിഡ് ടൗൺ ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിലെ ആളുകൾ 1000 വർഷങ്ങൾക്ക് മുൻപ് മജ്ലിസ് തയ്യാറാക്കിയിരുന്നു എന്നതാണ് മിഡ് ടൗൺ ഫാക്ടറി CEO കൂടിയായിട്ടുള്ള ഇഗർ വ്യക്തമാക്കുന്നത്. ദഹനത്തിന് ഏറെ സഹായിക്കുന്ന ഒരു പാനീയമായിരിക്കും ഇതെന്നും 3-4 ദിവസങ്ങൾ എടുത്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നതെന്നും ഊർജ്ജമേറെ നേരം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പാനീയമാണ് ഇത് എന്നുമാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. പരമ്പരാഗത രീതിയിലാണ് മജ്ലിസ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിലും പാനീയം ഹലാൽ ആയിരിക്കുന്നതിനായി ഈസ്റ്റിന്റെ അളവ് കുറയ്ക്കുന്നുവെന്നും മാൾട്ട്, അതുപോലെ തന്നെ വെള്ളം, ഈസ്റ്റ്, ഹോപ്സ് എന്നിവയാണ് മജ്ലിസ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചേരുവകളെന്നും അദ്ദേഹം അറിയിക്കുന്നു. അതേപോലെ തന്നെ B1, B6, B15, C, D തുടങ്ങിയിട്ടുള്ള വിറ്റാമിനുകളും ഈ പാനീയത്തിൽ ഉണ്ടാകുമെന്നും മാത്രമല്ല മജ്ലിസിൽ പ്രകൃതിദത്തമായിട്ടുള്ള മധുരം ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. തങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഹലാൽ ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് ഇഗർ. പലവിധ പരിശോധനകൾക്ക് ശേഷമാണ് മജ്ലിസിന് ഹലാൽ സർട്ടിഫിക്കറ്റ് ലഭ്യമായത് എന്ന സന്തോഷമാണ് കമ്പനിയും പങ്കുവയ്ക്കുന്നത്. 5 രുചികളിൽ മജ്ലിസ് ലഭ്യമാണ് എന്നും കമ്പനി അറിയിക്കുകയാണ്. ഇനി എന്താണ് ഹലാൽ സർട്ടിഫിക്കറ്റ് എന്നതുകൂടെ പറയാം. ഇസ്ലാമിക നിയമപ്രകാരം ഉൽപ്പന്നങ്ങൾ അനുവദനീയമാണ് എന്ന് അംഗീകരിക്കുന്നതാണ് ഹലാൽ സർട്ടിഫിക്കറ്റ്. അതിനാൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ മുസ്ലിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായിട്ടോ കുടിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഏറ്റവും പഴയ ഇസ്ലാമിക സംഘടനയായിട്ടുള്ള ഹലാൽ ട്രസ്റ്റിൽ നിന്നുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മരുന്നുകൾ, വിറ്റാമിനുകൾ എന്നിവയുടെ രൂപത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതിൽ സംശയമോ അതുപോലെ തന്നെ മറ്റ് യാതൊരു പ്രശ്നമോ ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നൽകുന്നതാണ്. ഹലാൽ ഉപഭോക്താവിന്റെ ആത്മവിശ്വാസം ഇതുവഴി വർദ്ധിക്കും എന്നതാണ് പറയുന്നത്. ശരീഅത്ത് നിയമപ്രകാരം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കർശനമായ ഹലാൽ ആവശ്യകതകൾ പാലിച്ചിട്ടുണ്ട് എന്നും ഭക്ഷ്യ നിർമ്മാതാക്കളുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള അധികാരവും വിശ്വസനീയവുമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഹലാൽ സംവിധാനം. സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഹലാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തരമായി സ്വീകരിക്കപ്പെടുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഹലാൽ ഉപഭോക്താക്കൾക്ക് ഇത് വിപണനം ചെയ്യാനും സാധിക്കും എന്നതാണ് പ്രത്യേകിച്ച് ഹലാൽ ഇതര ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുവദിക്കാത്ത രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വിപണിക്ക് ഇത് ഏറെ അവസരം ഒരുക്കുന്നുണ്ട്. മുസ്ലിം ഉപഭോക്താക്കൾ മാത്രമല്ല, മുസ്ലിം ഇതര ഉപഭോക്താക്കളും ഹലാൽ ഉൽപ്പന്നങ്ങൾ സ്വാഗതം ചെയ്യാറുണ്ട്. ഹലാൽ സർട്ടിഫിക്കറ്റ് ഉയർന്ന നിലവാരത്തിലുള്ള രുചിയും അതുപോലെ തന്നെ ശുചിത്വവും സുരക്ഷയും പോഷകാഹാരവും എന്നിവയ്ക്ക് പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. കൂടാതെ ഇസ്ലാമിക ഭക്ഷണ നിയമത്തിന്റെ ആവശ്യകതകൾക്ക് അനുസൃതമായി ഇത് നിർമ്മിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ലോകമെമ്പാടുമുള്ള 1.6 ബില്യൺ മുസ്ലിങ്ങളിൽ 70% പേരും ഹലാൽ ഭക്ഷണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. ആഗോള ഹലാൽ വിപണിയിൽ നിന്നും $600 ബില്യൺ ഇത് പ്രകാരം കണക്കിൽപ്പെടുന്നത്. ഇന്ന് അന്താരാഷ്ട്ര രംഗത്ത് ഹലാൽ വ്യാപാരമുദ്ര ഒരു പ്രധാന മാർക്കറ്റിംഗ് ഉപകരണമായി പോലും മാറുന്നുണ്ട്. പ്രത്യേകിച്ചും ഉൽപ്പന്നം മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടക്കാൻ ലക്ഷ്യമിടുന്നതാണ് എങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു വിപണിയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു പാനീയം, മദ്യം എന്ന് തോന്നുന്നു, എന്നാൽ മദ്യമല്ലാത്തൊരു പാനീയം കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്.